ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ആറ്റിക് ടൈപ്പ് ഒക്കെ ഉള്ള വീട്. അതിൻ്റെ ചുവരൊക്കെ വെള്ള നിറത്തിലാണ്, അതിൻ്റെ മേൽക്കൂര പച്ച നിറത്തിലാണ്, ഇടയ്ക്ക് ജനലുകളും വാതിലുകളും ഒക്കെ പച്ച നിറത്തിലാണ്. ആകെ കൂടെ നല്ല കാൽപ്പനികമായ ഒരു അന്തരീക്ഷം. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇവിടെ കള്ളന്മാരുടെ ഒരു ഒരുപാട് ശല്യമുള്ള വീടാണ്. ഈ വെൻറ്റിലേഷനിൽ കൂടിയാണ് സാധാരണ കള്ളന്മാർ ഇറങ്ങുന്നത്. കഴിഞ്ഞൊരു 2-3 വർഷത്തിനിടയ്ക്ക് 4 പ്രാവശ്യത്തോളം ഇവിടെ ഒരു കള്ളന്മാർ കയറിയിട്ടുണ്ടെന്നൊക്കെ. ഈ ലോറിയിലെ സാധനങ്ങൾ വന്ന് ഇറക്കുന്നത് കണ്ടപ്പോഴേക്കും ഇയാൾ ഓടി വന്നു. നിങ്ങൾ ഇത്രയും സാധനം കൊണ്ടാണോ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നത്? ഈ കാരണം നിങ്ങൾ ഈ ലോറിയിൽ കയറ്റിക്കൊണ്ട് വന്നോ? ഇതെല്ലാം കൂടി എവിടെ ഇടും? ഇത് കള്ളന്മാരുടെ കേന്ദ്രമാണ്. നിങ്ങൾ ഇതെല്ലാം കൂടെ മുകളിൽ കൊണ്ടിട്ടാൽ ഉറപ്പായും കള്ളന്മാർ ഇത് കൊണ്ടുപോകും. നമുക്ക് ശരിക്കും പെട്ടതുപോലായി. എന്ന് വെച്ചാൽ അന്യനാട്, ഭാഷ തന്നെ അറിയില്ല, അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഈ അസ്വസ്ഥതകളും അക്രമങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ ഉള്ള ഒരു കാലമാണ് അന്ന്. ഗോഹട്ടിയും ആസാമും ഒക്കെ ഇവിടേക്ക് വരികയും ചെയ്തു, സാധനങ്ങളും കൊണ്ടുവന്നു, കാറും കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യുന്നു വെച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, സത്യം പറഞ്ഞാൽ വീടിൻ്റെ മോശം കൊണ്ടൊന്നും അല്ല ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ കള്ളന്മാരെ പേടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവർ എത്രമാത്രം അസ്വസ്ഥതയോടുകൂടിയാണ് എന്നോ വരാനിരിക്കുന്ന ഒരു കള്ളന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന്. ബ്രഹ്മപുത്രയിലെ വീട്ടിലെ വിശേഷങ്ങൾ തന്നെ ഒരിക്കൽ കൂടി പറയാം. ബ്രഹ്മപുത്രയിലെ വീട് എന്നുള്ള പുസ്തകത്തിലുള്ളത് തന്നെയാണ്. ഞങ്ങളിവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഗോഹട്ടിയിൽ, ആസാമിൻ്റെ തലസ്ഥാനത്ത് താമസത്തിന് പോവുകയാണ്. ദൂരദർശനിലാണ് അന്ന് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അതിനു മുന്നിൽ നവീൻ നഗർ എന്നൊരു കോളനിയുണ്ട്. അവിടെ 2ാമത്തെ ലൈനിൽ കമലേശ്വർ കോട്ടോക്കിയുടെ വീടാണ് ഞങ്ങൾ ഗോഹട്ടിയിലെ താമസത്തിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ വീടാണ് വാടകയ്ക്ക് എടുത്തിരുന്നത്. വീട് ചെന്ന് കണ്ടപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ആകെ സന്തോഷിച്ചു. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ആറ്റിക് ടൈപ്പ് ഒക്കെ ഉള്ള വീട്. അതിൻ്റെ ചുവരൊക്കെ വെള്ള നിറത്തിലാണ്, അതിൻ്റെ മേൽക്കൂര പച്ച നിറത്തിലാണ്, ഇടയ്ക്ക് ജനലുകളും വാതിലുകളും ഒക്കെ പച്ച നിറത്തിലാണ്. ആകെ കൂടെ നല്ല കാൽപ്പനികമായ ഒരു അന്തരീക്ഷം. വീട്ടിനകത്തേക്ക് ചെന്നു. മുകളിലത്തെ നിലയിലാണ്, 2ാമത്തെ നിലയിലാണ്, താഴെ ഹൗസ് ഓണർ താമസിക്കുന്നുണ്ട്. ചെന്ന് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. 2 വിശാലമായ മുറി മാത്രം. ഒരറ്റത്ത് ഒരു ബാത്റൂമുണ്ട്, ഒരു കിച്ചണുണ്ട്. വേറെ പ്രത്യേകിച്ച് മുറിയൊന്നും പറയാൻ പറ്റില്ല. 2 ഹാളുകൾ. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോൾ ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് മുളയും കുമ്മായവും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ വളരെ നമ്മുടെ സിമൻറ്റ് വീടൊന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഭൂകമ്പ ബാധിത മേഖലയാണ്. അതുകൊണ്ട് അവിടെ ഈ സാധാരണ കാര്യങ്ങൾ കൊണ്ട്, അതായത് നമ്മുടെ ചുറ്റും അവൈലബിൾ ആകുന്ന കാര്യങ്ങൾ കൊണ്ട്, മുളയും ചൂരലും ഒക്കെ കൊണ്ടും പിന്നെ കുമ്മായവും ഒക്കെ കൊണ്ടാണ് വീട് വയ്ക്കുന്നത്. അതുകൊണ്ട് കോൺക്രീറ്റ് വീടുകൾ കുറവാണെന്ന്. അന്ന് ഞങ്ങൾ ചെല്ലുന്ന കാലത്തും അവിടെ കുറവായിരുന്നു. അതൊരു 10-20 വർഷം മുമ്പാണ് അവിടെ ഈ കോൺക്രീറ്റ് വീടുകൾ കുറവായിരുന്നു. അപ്പോൾ ഭൂകമ്പ ബാധിത പ്രദേശമായതുകൊണ്ട് അന്ന് പെർമിഷനും ഒക്കെ കിട്ടാൻ പ്രയാസമായിരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു വീട് എന്ന് മനസ്സിലായി. ഞങ്ങൾ എന്തായാലും അവിടെ നിന്നു. ഈ വീട്ടിൽ താമസിക്കാനായിട്ടുള്ള പുറപ്പാടോടുകൂടി അവിടെ പോയി നിൽക്കുകയാണ്. ഒന്നുമില്ല, ഫേർണിച്ചർ ഒന്നുമില്ല. അപ്പോഴേക്കും ഒരാൾ കയറി വന്നു. ഒരു 10-80 വയസ്സൊക്കെ പ്രായം തോന്നുന്ന ഒരാൾ, ചുളിഞ്ഞ് പ്രാഞ്ചി നടക്കുന്ന ഒരാൾ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കമലേശ്വർ കോട്ടോക്കിയാണ്, ഞാൻ ഈ ഹൗസ് ഓണറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് റിട്ടയർ ചെയ്തിട്ട് കുറേ നാളായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് 4-5 വർഷം ബാക്കിയുണ്ട് റിട്ടയർമെൻറ്റ്, ഞാനിവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുകയാണെന്ന്. അപ്പോൾ എനിക്ക് ആകെ അത്ഭുതമായി ഇതെന്താണെന്ന്. പിന്നീടാണ് എനിക്കത് അവിടെ താമസിക്കുന്ന കാലത്താണ് മനസ്സിലായത്, അവിടെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും വലിയ കാര്യമൊന്നുമല്ല. അവർ ചെല്ലുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കും. ചിലപ്പം 19 വയസ്സായവരൊക്കെ പലയിടത്തും സർവീസിലൊക്കെ കാണുമെന്ന് പലരും വന്ന് പറഞ്ഞ് പിന്നീടാണ് എനിക്കതൊക്കെ മനസ്സിലാവുന്നത്. ഈ കമലേശ്വർ കോട്ടോയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് നല്ല വീടാണ്, പിന്നെ നിങ്ങൾ സ്വസ്ഥമായിട്ട് താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഇരിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു, കസേരയോ മേശയോ അല്ല ഒരു സ്റ്റൂളോ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കൊടുത്തയക്കാമെന്ന്. ഇറങ്ങാൻ നേരത്ത് പുള്ളി പറഞ്ഞു, പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇവിടെ കള്ളന്മാരുടെ ഒരുപാട് ശല്യമുള്ള വീടാണ്. ഈ വെൻറ്റിലേഷനിൽ കൂടിയാണ് സാധാരണ കള്ളന്മാർ ഇറങ്ങുന്നത്. കഴിഞ്ഞൊരു 2-3 വർഷത്തിനിടയ്ക്ക് 4 പ്രാവശ്യത്തോളം ഇവിടെ ഒരു കള്ളന്മാർ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും
ഞെട്ടി നോക്കുമ്പോഴേക്കും ചുറ്റുപാടും വലിയ വലിയ ജനൽ പോലെ വലിയ വെന്റിലേഷൻ. അതിനകത്തൊന്നും തന്നെ ഇത് എന്താണ് ഒരു നെറ്റിട്ട് അടച്ചിരിക്കുകയോ അല്ലെങ്കിൽ കമ്പി വെച്ചിട്ട് പൂട്ടിയിരിക്കുകയോ ഒന്നുമില്ല. തുറന്നു കിടക്കുന്ന കുറേ ജനാലകൾ പോലത്തെ വെന്റിലേഷൻ. ഇതിൽ കൂടെ ഏത് കള്ളനും നിഷ്പ്രയാസം അകത്ത് കടക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ഞാൻ അങ്ങനെ എന്താണ് സംഭ്രമിച്ചോടുകൂടിയൊക്കെയാണ് ഇരുന്നത്. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ മഴ പോലെ കാഷ്ടങ്ങൾ, അതായത് പ്രാവുകൾ, കിളികൾ എല്ലാം കൂടി കുറേ നാളായി കാഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട് മുഴുവനുണ്ട്. തറ മുഴുവൻ കാഷ്ട മഴയാണ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേളിൽ നിന്നുണ്ട്. അപ്പോൾ ആകെ ഒരു എന്താ പറയുന്നത്, ഒരു ഹോണ്ടഡ് ഫീലിംഗ് പെട്ടെന്ന് എനിക്ക് വന്നു. അപ്പോഴേക്കും ഇയാൾ 2 മോട കൊണ്ടുവന്നു, ചൂരൽ മോട കൊണ്ടുവന്ന് എവിടുന്ന്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് ഇയാൾ പറയുന്ന പോലെ കള്ളന്മാർ വരുമോ, എങ്ങനെയാണ് ഈ വെന്റിലേഷനിൽ കൂടെ ഇവിടെ ജീവിക്കുന്നത്, തുറന്നു കിടക്കുന്ന ഒരു പൈതാനം പോലൊരു സ്ഥലത്ത് ജീവിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു 5 മിനിറ്റായി കസേരയിൽ നമ്മൾ ജീവിതമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേര് കയറി വന്നു. അപ്പം ഒരു ആസാമീസ് മുഖമുള്ള ഒരു സ്ത്രീയും ഒരു കുട്ടിയും, ഒരു 8ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയും കൂടി കയറി വന്നു. അവർ വന്ന ഉടനെ ചോദിച്ചു, മോഡയുടെ ഉപയോഗം കഴിഞ്ഞോ, എങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു 5 മിനിറ്റ് പോലും ആയില്ല ഇയാൾ ഈ മോഡ കൊണ്ടു തന്നിട്ട്, അതിനിടയ്ക്ക് എങ്ങനെയാണ് ഈ ഉപയോഗം കഴിയുന്നത്? അപ്പം പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. അപ്പോൾ അവർ വീണ്ടും എന്നെ നിർബന്ധിച്ചു, അത് കഴിഞ്ഞെങ്കിൽ തരൂ, ഞങ്ങൾ കൊണ്ടുപോട്ടെ എന്ന്. പിന്നെ ഞാൻ ഈ 2 മോഡയും എടുത്ത് കൊടുത്തു, എന്നാൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം അയാൾ വീണ്ടും കയറി വന്നു. അപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കള്ളന്മാരുടെ ശല്യം ഭയങ്കര ഉള്ളതായിട്ടുള്ള സ്ഥലമാണെന്ന്, ഇതിനെ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങളുടെ ജീവിതം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അന്ന് രാത്രി നമ്മളൊരു ഞങ്ങളുടെ സാധനങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊരു ഹോട്ടലിൽ പോയി താമസിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ വന്നു. ഈ ലോറിയിൽ സാധനങ്ങൾ വന്ന് ഇറക്കുന്നത് കണ്ടപ്പോഴേക്കും ഇയാൾ ഓടി വന്നു. നിങ്ങൾ ഇത്രയും സാധനം കൊണ്ടാണോ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നത്? ഈ കാരണം നിങ്ങൾ ഈ ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്നോ? ഇതെല്ലാം കൂടി എവിടെ ഇടും? ഇത് കള്ളന്മാരുടെ കേന്ദ്രമാണ്. നിങ്ങൾ ഇതെല്ലാം കൂടെ മുകളിൽ കൊണ്ടിട്ടാൽ ഉറപ്പായും കള്ളന്മാരിത് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് സീനുണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങളൊന്നും മിണ്ടാതെ ഞങ്ങൾ പറഞ്ഞാൽ ശരി, കള്ളന്മാരെ നമ്മൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം, തൽക്കാലം ഈ സാധനം എടുത്തിട്ട് ഈ ലോറി ഒന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വിടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ഇറക്കി താഴെ വെച്ചിട്ട് താഴെ ഇരുത്തിയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും മുകളിൽ കയറ്റി വെച്ചു. ഒരുവിധം അടുക്കി പെറുക്കി അത്യാവശ്യം ബെഡൊക്കെ എടുത്ത് വെച്ചിട്ട് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഇയാൾ വീണ്ടും വന്നു. ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങരുത്, കള്ളൻ അപ്പുറത്തൊക്കെ എപ്പോഴും കള്ളന്മാർ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങരുത്, ഒരാൾ ഉറങ്ങാതിരുന്ന് ഈ സാധനങ്ങളെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എന്തായാലും ഈ വെന്റിലേഷനിൽ കൂടി കള്ളം വരുന്നു. നമുക്ക് ശരിക്കും പെട്ടതുപോലായി. എന്ന് വെച്ചാൽ അന്യനാട്, ഭാഷ തന്നെ അറിയില്ല, അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഈ അസ്വസ്ഥതകളും അക്രമങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ ഉള്ള ഒരു കാലമാണ് അന്ന്. ഗോഹട്ടിയും ആസാമും ഒക്കെ ഇവിടേക്ക് വരികയും ചെയ്തു, സാധനങ്ങളും കൊണ്ടുവന്നു, കാറും കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഓരോ ദിവസവും ഉറങ്ങാതിരിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഉറങ്ങാതിരുന്നും ടേൺ വെച്ചുറങ്ങിയും കുറച്ച് മയങ്ങിയും ഒക്കെ നേരം വെളുപ്പിച്ചു. ഏതായാലും ആദ്യത്തെ ദിവസം കള്ളം വന്നില്ല. 2ാമത്തെ ദിവസമായി, 3ാമത്തെ ദിവസമായി, നമ്മുടെ ഉറക്കം പോകുന്നു, അല്ലാതെ കള്ളം വരുന്നില്ല. ഇയാൾ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും കള്ളം വരും. 4ാമത്തെ ദിവസമായപ്പോൾ ഇയാൾ ഓടി പെടച്ചു വന്നിട്ട് പറഞ്ഞു, അപ്പുറത്തെ ലൈനിൽ നിന്ന് ഇന്നലെ ഒരു മാരുതി കാർ മോഷണം പോയി, നിങ്ങളുടെ കാറ് താഴെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് സ്വസ്ഥതയില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആ നിമിഷം ഞാൻ വിചാരിച്ചു, ഇനി ഒരു തീരുമാനവുമില്ല, ഇയാളുടെ കൂടെ ഈ കള്ളനെ പേടിച്ച് ഇവിടെ താമസിക്കാൻ പറ്റില്ല, എങ്ങോട്ടെങ്കിലും മാറണം. അപ്പം തന്നെ ഭാഗ്യത്തിന് അപ്പുറത്തെ ലൈനിൽ ഒരു മലയാളി അതിനു മുമ്പ് പരിചയപ്പെടാൻ പറ്റി, ജയൻ രാജനും. അവർ കുറേ വർഷമായി ഗോഹട്ടിയിലുള്ളതാണ്. അപ്പം ഞാൻ ജയോട് പറഞ്ഞു, ജയ നമുക്ക് വീട് തപ്പി ഇറങ്ങാമെന്ന്. അങ്ങനെ ഞാനും ജയയും കൂടെ ആ നബീൻ നഗറിൽ കൂടെ തന്നെ നടന്ന് ചെന്ന് ഞങ്ങൾക്ക് ഭാഗ്യത്തിനൊരു വീട് കണ്ടുപിടിക്കാൻ പറ്റിയപ്പോൾ അത് കോൺക്രീറ്റ് വീടാണ്. ഇതുപോലെ മുളയും കല്ലും മണ്ണും അങ്ങനെയുള്ള രീതിയിലല്ല, ആസാമീസ് ടൈപ്പ് അല്ല, കോൺക്രീറ്റ് തന്നെയാണ്. കുറച്ചുകൂടി അടച്ചുറപ്പുണ്ട്, ഒരു കാർ ഷെഡുണ്ട്, അതിന് കുറച്ച് കാർ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള സേഫ്റ്റി ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ വിചാരിച്ചു എന്തായാലും ആ വീടെടുക്കാം. അങ്ങനെ ഞങ്ങൾ ആ വീടെടുത്തു. അപ്പോൾ ഇവിടെ താമസമാക്കിയതിൻ്റെ ഈ കാറൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഒരു 4 ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇയാളോട് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഈ മാറുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, അയ്യോ ഇത്രയും നല്ലൊരു വീടിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകണു, ഇതിവിടെ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് താമസിച്ചുകൂടെ, നല്ല വീടല്ലേ, എന്തിനാണ് മാറുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, സത്യം പറഞ്ഞാൽ വീടിൻ്റെ മോശം കൊണ്ടൊന്നും അല്ല ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ കള്ളന്മാരെ പേടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയും ഇയാൾ ഒരു രാത്രിയും കൂടെ കള്ളന്മാരെ പേടിപ്പിച്ച്, കള്ളന്മാരെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് ഇവിടെ നമ്മുടെ ഉറക്കം കളയാൻ ഇനി പറ്റത്തില്ല. ഏത് നാട്ടിൽ ചെന്നാണേലും ശരി, നമുക്ക് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുകയാണ് പ്രധാനം എന്ന് വെച്ചിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റി പുതിയൊരു വീട്ടിലേക്ക് മാറി.
അപ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നു ഇവർ എത്രമാത്രം അസ്വസ്ഥതയോടുകൂടിയാണ് എന്നോ വരാനിരിക്കുന്ന ഒരു കള്ളന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ജീവിതത്തിനകത്ത് നമുക്കുള്ള നിമിഷങ്ങളെല്ലാം നമ്മളിങ്ങനെ പേടിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥതപ്പെട്ടിട്ടും ഒക്കെ നാളെ വരാനിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് പേടിച്ച് ജീവിതം കളയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ ചുറ്റും. അതിലൊരാളാണ് ഈ കമലേശ്വർ കോട്ടോക്കി എന്ന് എനിക്ക് തോന്നി. ഞാനിത് എൻ്റെ ബ്രഹ്മപുത്രയിലെ വീട് എന്നുള്ള പുസ്തകത്തിൽ എഴുതുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ശരിക്കും ഇത് നിങ്ങൾക്ക് അനുഭവം ഉള്ളതാണോ, ഈ യഥാർത്ഥത്തിൽ ഇയാൾ ഇങ്ങനെയൊന്നും നിങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിച്ചോ എന്നൊക്കെ. യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ ഈ കള്ളന്മാരെ പേടിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം വരുമെന്ന് പേടിച്ച് ഈ ഉള്ള നിമിഷങ്ങളെയും ഉള്ള ജീവിതത്തെയും ഒക്കെ താറുമാറാക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഒരു എക്സാമ്പിളായിട്ട് എന്നും എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ഈ കമലേശ്വർ കോട്ടോക്കി. അയാളുടെ ആ ആറ്റിക് ടൈപ്പ് ആസാമീസ് ടൈപ്പ് വീട് നവീൻ നഗറിലെ 2ാമത്തെ തെരുവിൽ. പിന്നെയും ഞാൻ ഒരിക്കൽ ആസാമിൽ പോയപ്പോൾ ഗുവാഹട്ടിയിൽ പോയ സമയത്ത് പിന്നെയും പോയി ആ വീടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ പോകുമ്പം എൻ്റെ ഉള്ളിൽ ആദ്യത്തെ ദിവസത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ ഞങ്ങൾ അനുഭവിച്ച സംഘർഷവും ഞങ്ങൾ അനുഭവിച്ച ആ ഒരു പേടിയുമൊക്കെ ഒരു ചിരിയായി മാറി ആ വീടിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്.